പൊതു ഇടങ്ങളിൽ നിന്ന് തെരുവ് നായ്ക്കളെ അടിയന്തരമായി നീക്കണമെന്ന് സുപ്രീം കോടതി. നിരീക്ഷണത്തിനായി പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം. ആശുപത്രി, സ്കൂൾ പരിസരങ്ങൾ സുരക്ഷിതമാക്കണം. വന്ധ്യംകരിച്ച ശേഷം നായകളെ തുറന്നു വിടരുത് എന്നും കോടതി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ നിഷേധിക്കപ്പെട്ടതിൽ നീതി തേടി മരിച്ച വേണുവിന്റെ കുടുംബം. ഡോക്ടറെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്ന ആവശ്യം. ചികിത്സാ പിഴവില്ലെന്ന് ആശുപത്രി അധികൃതർ. അടിയന്തര റിപ്പോർട്ട് തേടി ആരോഗ്യമന്ത്രി. മന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷം. ശബരിമല സ്വർണം പൂശൽ വിവാദത്തിൽ മഹസറിലും ദുരൂഹത. കതകുപാളികൾ കൊണ്ടുപോയപ്പോഴും തിരികെ എത്തിച്ചപ്പോഴും തിരുവാഭരണ കമ്മീഷണർ ഇല്ല. പരിശോധനയും കണക്കെടുപ്പുമില്ലാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയെന്നും രേഖകൾ. മുരാരി ബാബുവും സുധീഷ് കുമാറും വീണ്ടും SIT കസ്റ്റഡിയിൽ. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപത്തിൽ ഡീനിനെതിരെ പരാതി. നിരന്തര വിവേചനം നേരിട്ടെന്നും ഗവേഷണ ബിരുദം നൽകരുതെന്ന് ആവശ്യപ്പെട്ടതായും വിദ്യാർത്ഥി വിപിൻ വിജയൻ. അന്വേഷണം നടത്തുമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി. ദേശീയ സുരക്ഷയിലും ആണവ പരീക്ഷണത്തിലും ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കാൻ മറ്റൊരു രാജ്യത്തിനും കഴിയില്ലെന്ന് പ്രതിരോധ മന്ത്രി. ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത് ലക്ഷ്യം പൂർത്തീകരിച്ചിട്ടെന്നും രാജ്നാഥ് സിംഗ് ന്യൂസ് 18നോട്. ऑपरेशन सिंदूर हमारा समाप्त नहीं हुआ है, हाल फिलहाल ही स्थगित है. വന്ദേ മാതരത്തിന്റെ 150ാം വാർഷികം വിപുലമായി ആഘോഷിച്ച രാജ്യം. പ്രത്യേക നാണയവും സ്റ്റാമ്പും പുറത്തിറക്കി പ്രധാനമന്ത്രി. VD സതീഷിനെതിരെ ആഞ്ഞടിച്ചും KC വേണുഗോപാലിനെ പുകഴ്ത്തിയും വെള്ളാപ്പള്ളി നടേശൻ. UDF-ൽ മുഖ്യമന്ത്രിയാകാൻ യോഗ്യത KC വേണുഗോപാൽ. കോൺഗ്രസിൽ സെൻട്രലിലും സ്റ്റേറ്റിലും പിടിമുറുക്കി നിൽക്കുന്ന വേണുഗോപാലിനായിരിക്കും ഇന്ന് സാധ്യത. വന്ന് ഇപ്പോൾ ഒരു മരപ്പട്ടി പോലും കൂടെ ഇല്ലാത്ത പരുവത്തിലായില്ലേ. പ്രതിപക്ഷ നേതാവായതോടുകൂടി ഏതാണ്ട് അമേരിക്കൻ പ്രസിഡന്റായ രീതിയാണ് പദവിയും പ്രതാപവും പറച്ചിലും. വന്ന് വലിയ ആനയായിട്ട് വന്ന് ഇപ്പോൾ കുഴിയാനയായിട്ട് കിടക്കുക. G. സുധാകരനെ വിശ്വാസത്തിലെടുത്തില്ലെങ്കിൽ CPM-ന് ആലപ്പുഴയിൽ ദോഷം ചെയ്യുമെന്നും വെള്ളാപ്പള്ളി. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ കൊച്ചിയിലെ വീട്ടിൽ മോഷണം. നിരവധി സാധനങ്ങൾ കവർന്നു. മോഷണ വിവരം പുറത്തറിഞ്ഞത് മോൻസൺ പരോളിൽ വീട്ടിലെത്തിയപ്പോൾ. ലൈവ് അറ്റ് 6ലേക്ക് വിശദമായി. രാജ്യത്തെ തെരുവ് നായ പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിൽ സുപ്രീം കോടതി സുപ്രധാനമായിട്ടുള്ള ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു. ദേശീയപാതയടക്കമുള്ള റോഡുകളിൽ നിന്നും പൊതു ഇടങ്ങളിൽ നിന്നും തെരുവ് നായ്ക്കളെ നീക്കണമെന്നും ഇവയെ നിരീക്ഷിക്കുന്നതിനായി പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണമെന്നുമാണ് കോടതിയുടെ പ്രധാന നിർദ്ദേശം. 8 ആഴ്ചയ്ക്കുള്ളിൽ പുരോഗതി അറിയിക്കണമെന്നും കോടതി വ്യക്തമാക്കി. രാജ്യത്ത് തെരുവുനായ ആക്രമണങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതിയുടെ നിർണായക ഉത്തരവ്. ജസ്റ്റിസ് വിക്രംനാഥ് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് ഉത്തരവിറക്കിയത്. ദേശീയപാതയടക്കം റോഡുകളിൽ നിന്നും പൊതുവിടങ്ങളിൽ നിന്നും കന്നുകാലികൾ, നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ കോടതി നിർദ്ദേശം നൽകി. പിടികൂടുന്ന നായ്ക്കളുടെ വന്ധ്യംകരണത്തിന് ശേഷം പിടിച്ച അതേ സ്ഥലത്ത് തുറന്നുവിടരുതെന്നും കോടതി നിർദ്ദേശിച്ചു. നടപ്പിലാക്കിയ കാര്യങ്ങൾ ചീഫ് സെക്രട്ടറിമാർ സുപ്രീം കോടതിയെ അറിയിക്കണം. കന്നുകാലികൾ, നായ്ക്കൾ എന്നിവയടക്കമുള്ള മൃഗങ്ങളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാൻ സർക്കാരുകളും ദേശീയപാത അതോറിറ്റിയും നടപടി സ്വീകരിക്കണം. ഇതിനായി മൃഗങ്ങളെ കണ്ടെത്താൻ പട്രോളിംഗ് സംഘത്തെ നിയോഗിക്കണം. സർക്കാർ ഓഫീസുകൾ, സ്പോർട്സ് കോംപ്ലക്സുകൾ, ബസ് സ്റ്റാൻഡ്, റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള പൊതുവിടങ്ങളിലെല്ലാം തെരുവ് നായ്ക്കളെ നീക്കാൻ സംസ്ഥാന സർക്കാരുകൾ നടപടി സ്വീകരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലടക്കം നായ്ക്കൾ കയറാതിരിക്കാൻ നടപടിയുണ്ടാവണം. ഇക്കാര്യത്തിൽ ദിവസേനയുള്ള പരിശോധന വേണം. പിടികൂടുന്ന തെരുവ് നായ്ക്കളെ ഷെൽട്ടർ ഹോമുകളിലേക്ക് മാറ്റി വന്ധ്യംകരിക്കണം. ഇതിനായുള്ള നടപടികൾ കോർപ്പറേഷനുകൾ അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങൾ സ്വീകരിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ദേശീയപാതകളിൽ നിന്ന് മൃഗങ്ങളെ നീക്കം ചെയ്ത നടപടിയിൽ 8 ആഴ്ചയ്ക്കുള്ളിൽ പുരോഗതി അറിയിക്കാനും ചീഫ് സെക്രട്ടറിമാരോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ ലഭിക്കാതെ കൊല്ലം പന്മന സ്വദേശി മരിച്ചുവെന്ന കുടുംബത്തിന്റെ പരാതിയിൽ പ്രതിഷേധം ശക്തമാണ്. കൃത്യസമയത്ത് മരുന്ന് നൽകിയില്ലെന്നും ഡോക്ടർ എത്താൻ വൈകിയെന്നും മരിച്ച വേണുവിന്റെ ഭാര്യ സിന്ധു ആരോപിച്ചു. ഡോക്ടറെ മാറ്റി നിർത്തി അന്വേഷിക്കണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം. എന്നാൽ പ്രോട്ടോകോൾ അനുസരിച്ച് നൽകാവുന്ന എല്ലാ ചികിത്സയും നൽകിയെന്ന് മെഡിക്കൽ കോളേജ് ഡോക്ടർമാർ ആവർത്തിച്ചു.
ആരോഗ്യമന്ത്രിക്കെതിരെയുള്ള വിമർശനം പ്രതിപക്ഷ നേതാവ് ഇന്നും ആവർത്തിച്ചു. മന്ത്രിക്കെതിരെ KPCC അധ്യക്ഷനും രംഗത്തെത്തി. വിനീഷ് കൊട്ടാരയുടെ റിപ്പോർട്ടിലേക്ക്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെ ബുധനാഴ്ചയാണ് വേണു മരണത്തിന് കീഴടങ്ങിയത്. കൊല്ലം പന്മന സ്വദേശിയാണ്, ഓട്ടോ ഡ്രൈവറാണ്. നെഞ്ചുവേദനയെ തുടർന്നായിരുന്നു വേണു ചികിത്സ തേടി എത്തിയത്. അടിയന്തരമായി ആൻജിയോഗ്രാം ചെയ്യണമെന്നുള്ള ഒരു നിർദ്ദേശത്തെ തുടർന്നായിരുന്നു ചികിത്സ തേടിയത്. പക്ഷേ വേണുവിന് 5 ദിവസമായിട്ടും ചികിത്സ ലഭ്യമായില്ല എന്നുള്ള വലിയൊരു ആരോപണമാണ് കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നത്. ഇത് ശരിവെക്കുന്ന വിധത്തിൽ വേണുവിൻ്റെ ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിരുന്നു. വേണു തൻ്റെ സുഹൃത്തിന് അയച്ച ശബ്ദ സന്ദേശത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളായിരുന്നു ഉന്നയിച്ചിരുന്നത്. ഒരു നായയെ നോക്കുന്ന കണ്ണുകൊണ്ട് പോലും തന്നെ നോക്കുന്നില്ല, തന്നെ ചികിത്സിക്കുന്നില്ല എന്നുള്ള ആ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് വേണു ഉന്നയിച്ചത്. ഇതിൻ്റെയെല്ലാം കൃത്യമായുള്ള ശബ്ദ സന്ദേശമാണ് ഇപ്പോൾ കുടുംബം മുന്നോട്ട് വെക്കുന്നത്. ഇതെല്ലാം വലിയ തെളിവായി തന്നെ മാറുന്നു. വേണുവിൻ്റെ മരണമൊഴിയായി തന്നെ ഈ ശബ്ദ സന്ദേശം കണക്കിലെടുക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ആരോഗ്യമന്ത്രി ഉടൻ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. കുടുംബത്തിൻ്റെ ആരോപണങ്ങളെല്ലാം തന്നെ നിഷേധിക്കുന്ന തരത്തിലായിരുന്നു ആശുപത്രി അധികൃതരുടെ ഒരു വിശദീകരണം ഉണ്ടായത്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങിക്കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ 2 ട്രീറ്റ്മെന്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടന്റ് തീരുമാനിച്ചു. ബാക്കി മരുന്നുകൾ കൊടുക്കാൻ ഹെപ്പാരിൻ, ആസ്പ്രിൻ, ക്ലോപ്പിഡോഗൾ, അറ്റോവാസ്റ്റാറ്റിൻ, മെറ്റപ്ലോൾ, എനലാപ്രിൽ ഈ മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പേഷ്യന്റിനെ കാർഡിയോളജി വിഭാഗത്തിലോട്ട് മാറ്റി. പേഷ്യന്റ് ഇംപ്രൂവ് ചെയ്ത് വരികയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 5-ാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോംപ്ലിക്കേഷൻ ആണ് ഹാർട്ട് അറ്റാക്കിന്റെ. ഹാർട്ട് ഫെയിലിയർ വന്നു, പേഷ്യന്റ് വെന്റിലേറ്റർ ആക്കി, പേഷ്യന്റ് മരിച്ചു. സംഭവവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് വേദിയാകുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നിരുന്നു. പ്രതിഷേധക്കാർ ആരോഗ്യമന്ത്രി വീണ ജോർജിൻ്റെ ഫ്ലെക്സിലേക്ക് കരിയോയിൽ പ്രയോഗം വരെ നടത്തിയിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം വേദിയായത്. സംഭവവുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം വേണുവിൻ്റെ വീട് സന്ദർശിക്കുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നും രമേശ് ചെന്നിത്തല അടക്കം സ്ഥലത്തെത്തിയിരുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തു. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒക്ടോബർ 31-നാണ് കടുത്ത നെഞ്ചുവേദനയെ തുടർന്ന് വേണു ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. അടിയന്തരമായി തുടർ ചികിത്സയ്ക്കായിട്ട് അവിടെ നിന്നും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യുകയായിരുന്നു. ആൻജിയോഗ്രാം അടക്കം നടത്തണം എന്നായിരുന്നു ഡോക്ടർമാരുടെ നിർദ്ദേശം. അതുകൊണ്ടാണ് മിനിറ്റുകൾ പോലും വൈകാതെ പെട്ടെന്ന് തന്നെ ആംബുലൻസിൽ അടിയന്തര ശുശ്രൂഷയ്ക്കായിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. ചികിത്സ ലഭ്യമാകാത്തതിനെ തുടർന്നാണ് വേണു ഡോക്ടറെ സമീപിക്കുകയും തനിക്ക് ആൻജിയോഗ്രാം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. പക്ഷേ അതൊന്നും ഡോക്ടർമാർ ചെവിക്കൊണ്ടില്ല എന്നാണ് വേണു ആരോപിച്ചിരുന്നത്. സംഭവവുമായി ബന്ധപ്പെട്ടും രാഷ്ട്രീയ സാഹചര്യം കണക്കിലെടുത്തും പ്രതിപക്ഷം ഇത് വലിയൊരു ആയുധമാക്കി തന്നെ മാറ്റിയിരിക്കുകയാണ്. വിനീഷ്, ന്യൂസ് 18, കൊട്ടാരക്കര. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ചത് ആരോഗ്യ മേഖലയുടെ സിസ്റ്റം തകർന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ സംഭവമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ആശുപത്രിയിൽ പൂർണ്ണ അവഗണനയാണ്. ഈ സർക്കാരിന്റെ കാലത്ത് ആരോഗ്യ മേഖല തകർന്ന തരിപ്പണമായി. ആരോഗ്യമന്ത്രി രാജിവെച്ച് ഇറങ്ങിപ്പോകണമെന്നും വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. അവർ ചെയ്ത തെറ്റിനെ ഡിഫെൻഡ് ചെയ്തല്ലേ പറ്റുള്ളൂ. അവർ തെറ്റാണ് ചെയ്തതെന്ന് വളരെ കൃത്യമല്ലേ. തിരിഞ്ഞു നോക്കിയിട്ടില്ല, ആ പ്രദേശത്തേക്ക് അന്വേഷിച്ചിട്ടില്ല. നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന് ആശുപത്രി പോയി കിടന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ആശുപത്രി ചെയ്യുന്നത്. ഒരു സ്വകാര്യ ആശുപത്രിയാണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? ആളുകൾ പണമില്ലാത്തതുകൊണ്ടല്ലേ ഈ മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത്. നല്ല ചികിത്സ കിട്ടും, നല്ല ഡോക്ടർമാർ ഉണ്ടെന്ന് കരുതി ആൾ നിലത്ത് കിടക്കുവാണ്. ഹാർട്ട് അറ്റാക്ക് ആയിട്ട് വന്ന ആള് ഇനി കിടക്ക ഒഴിവില്ല. ഓക്കെ, ചികിത്സിക്കണ്ടേ, അന്വേഷിക്കണ്ടേ ഇയാളുടെ സ്ഥിതി എന്താണ്? ഒരു ചികിത്സയും ചെയ്യില്ലേ? നമ്മുടെ ഒന്നും അറിവ് അതല്ലല്ലോ. ഹാർട്ട് അറ്റാക്ക് വന്ന് 24 മണിക്കൂർ കഴിഞ്ഞ ഒരാളെ ഒരു ചികിത്സയും ചെയ്യില്ലേ? പരിശോധിക്കില്ലേ? അതൊക്കെ തെറ്റായ കാര്യങ്ങളാണ്. ശബരിമല ശ്രീകോവിലിലെ വാതിൽപ്പാളി സ്വർണം പൂശാൻ കൊണ്ടുപോയ സംഭവത്തിലെ മഹസറിലും അടിമുടി ദുരൂഹത. സ്വർണം പൊതിഞ്ഞ പഴയ കതകുപാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതും തിരികെ കൊണ്ടുവന്നതും തിരുവാഭരണം കമ്മീഷണറുടെ അസാന്നിധ്യത്തിലാണ് എന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. ഒരു പരിശോധനയും കണക്കെടുപ്പും ഇല്ലാതെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് കൈമാറിയതെന്നും രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. ശശിനാരായണൻ നൽകും വിവരങ്ങൾ.
സ്വർണ്ണപ്പാളി കവർച്ചയിൽ അടിമുടി ദുരൂഹതയാണ് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. നിലവിൽ എക്സിക്യൂട്ടീവ് ഓഫീസറായിരുന്ന സുധീഷ് കുമാറിൻ്റെ കാലത്താണ് 2019 ഈ വാതിലുകളുടെ സ്വർണ്ണം പൂശിന് വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടുന്നത്. അന്ന് മഗസറിൽ രേഖപ്പെടുത്താതെയാണ് ഇത് പോയിട്ടുള്ളതെന്നാണ് വ്യക്തമാകുന്നത്. അത് അന്വേഷണത്തിലും കണ്ടെത്തിയിട്ടുണ്ട്. യാതൊരു പരിശോധനയുമില്ലാതെ, അതായത് തിരുവാഭരണ കമ്മീഷണറായി ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്ന കേസ് ബൈജുവിൻ്റെ അസാന്നിധ്യത്തിലാണ് ഇത്തരം നടപടിക്രമങ്ങൾ സന്നിധാനത്ത് നടന്നത്. എന്തായാലും ഈ ദ്വാരപാലകരുടെ സ്വർണം ഒപ്പം കൊണ്ടുപോകുന്ന സമയത്തൊന്നും ഇത്തരത്തിൽ മഗസറിലോ ഇനി ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിനെ 10-ാം തീയതി വരെയും സുധീഷ് കുമാറിനെ 12-ാം തീയതി വരെയും SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. വരും ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റു പ്രതികളെയും സന്നിധാനത്തെത്തിച്ച് തെളിവെടുക്കും. സ്വർണ്ണക്കൊള്ളയിൽ മുരാരി ബാബുവിനെ 10-ാം തീയതി വരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. ഒപ്പം സുധീഷ് കുമാറിനെ 12-ാം തീയതി വരെയും SITയുടെ കസ്റ്റഡിയിൽ വിട്ടു. വരും ഇനിയുള്ള ദിവസങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റു പ്രതികളെയും സന്നിധാനത്തെത്തിച്ച് തെളിവെടുക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ശശി നാരായണൻ ചേരുന്നു വിവരങ്ങളുമായി. ശശി, എന്തൊക്കെയാണ് വിശദാംശം? ശബരിമല സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട് പ്രധാന പ്രതികളായ മുരാരി ബാബുവിനെയും ഒപ്പം സുധീഷ് കുമാറിനെയും റാന്നി കോടതിയിൽ 3 മണിയോടുകൂടിയാണ് എത്തിച്ചത്. എന്തായാലും രണ്ടുപേരെയും അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചിരുന്നു. അതിന് പ്രകാരം രണ്ടുപേരെയും കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കുകയും ചെയ്തു. ഈ മുരാരി ബാബുവിനെ 10-ാം തീയതി വരെയും സുധീഷ് കുമാറിനെ 12-ാം തീയതി വരെയുമാണ് ഈ അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡി ആവശ്യപ്രകാരം കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുള്ളത്. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇന്നലെ അറസ്റ്റിലായ തിരുവാഭരണ കമ്മീഷണർ കേസ് ബൈജുവിനെയും കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ബൈജുവിനെ 21-ാം തീയതി വരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പ്രധാന മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സുധീഷ് കുമാറിനെയും ഒപ്പം ഈ മുരാരി ബാബുവിനെയും സന്നിധാനത്തിലെത്തിച്ച് തെളിവെടുക്കാനുള്ള തീരുമാനം ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ അന്വേഷണ സംഘം നടത്തുന്നത്. ഈ 3 പേരെയും ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഒപ്പം സുധീഷ് കുമാറിനെയും മുരാരി ബാബുവിനെയും വരും ദിവസങ്ങളിൽ സന്നിധാനത്തെത്തിച്ച് വിശദമായ തെളിവെടുപ്പാണ് നടത്തുന്നത്. അതിൽ ഇവർക്കെതിരെ മൊഴികൾ നൽകിയിരുന്നു. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും തെളിവ് നടത്തുക. എന്തായാലും 10-ാം തീയതി കൂടിയായിരിക്കും ഇതനുസരിച്ചുള്ള നടപടികൾ ഉണ്ടാകും. റൈറ്റ്. എന്നാലും രണ്ടുപേരെയും ഇപ്പോൾ പ്രത്യേക അന്വേഷണ സംഘത്തിലെ കസ്റ്റഡിയിൽ വിട്ടു. സന്നിധാനത്തെത്തിച്ച് ഇവരെ തെളിവെടുക്കുകയും ചെയ്യും. ശശി നാരായണനാണ് വിവരങ്ങൾ നൽകിയത്. ശബരിമല സ്വർണ്ണ കവർച്ചയിൽ ഹൈക്കോടതിയുടേത് ഗുരുതര ആശങ്കയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഉണ്ണികൃഷ്ണൻ പോറ്റിയെക്കുറിച്ച് ഹൈക്കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും ഇപ്പോഴും സംരക്ഷിക്കുന്നു. ദേവസ്വം ബോർഡിന് കുട പിടിച്ചു കൊടുത്തത് മന്ത്രി VN വാസവനാണ്. വാസവനെ ചവിട്ടി പുറത്താക്കണം. ശബരിമലയിൽ ഇപ്പോഴുള്ള എല്ലാ വസ്തുക്കളും പരിശോധിക്കണം. ഡ്യൂപ്ലിക്കേറ്റ് ആണോ വെച്ചത് എന്ന് പരിശോധിക്കണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ശബരിമലയിൽ നടന്ന ഈ കൊള്ള മുഴുവൻ തിരിച്ചറിഞ്ഞിട്ടും ആ കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്ത അതിന് ഇടനിലക്കാരനായി നിന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തന്നെ വീണ്ടും ഇതെല്ലാം ഏൽപ്പിക്കാൻ തീരുമാനിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് എന്ന് കോടതി പറയാ. ആ കുറ്റകൃത്യം ചെയ്ത ആരാ? ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും. അതിന് കൊട പിടിച്ചു കൊടുത്ത ആരാ? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി വാസവൻ. അപ്പോൾ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്താ? ഇപ്പോഴത്തെ ദേവസ്വം മന്ത്രി രാജിവെക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റും അംഗങ്ങളും ഉൾപ്പെടെയുള്ള ആളുകൾ ചവിട്ടി പുറത്താക്കണം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ വലിയ മീനുകളെ സംരക്ഷിക്കാൻ ശ്രമമെന്ന രമേശ് ചെന്നിത്തല യഥാർത്ഥ പ്രതികളെ സംരക്ഷിക്കുകയാണ്. ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി നൽകണം. ഇപ്പോഴത്തെ ബോർഡ് കള്ളക്കളിക്ക് കൂട്ടുനിന്നു. അവരെ എന്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നില്ല എന്നും ചെന്നിത്തല ചോദിച്ചു. യഥാർത്ഥ കൊള്ളക്കാരെ സംരക്ഷിക്കുകയാണ് ഇവിടെ നടക്കുന്നത്. ബോർഡിന്റെ അനുവാദമില്ലാതെ ശബരിമലയിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ ബോർഡ് പ്രസിഡന്റ്, അംഗങ്ങള് തുടങ്ങിയവർക്കെല്ലാം ഇതിനകത്ത് പങ്കുണ്ട്. അപ്പോൾ വലിയ മീനുകളെ സംരക്ഷിക്കാനും പരൽ മീനുകളെ പിടിക്കാനുമുള്ള നടപടി അംഗീകരിക്കാൻ കഴിയില്ല. ഞങ്ങളിത് ആദ്യം മുതൽ പറഞ്ഞതാണ്. 3 ദേവസ്വം ബോർഡുകൾക്ക് ഇതിനകത്ത് ഉത്തരവാദിത്തമുണ്ട്. ആ 3 മന്ത്രിമാർക്ക് ഉത്തരവാദിത്തമുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ സ്വർണ്ണ വസ്തുക്കൾ അടിച്ചു മാറ്റിയത് അന്തർദേശീയ സ്വർണ്ണ കള്ളക്കടത്ത് സംഘവുമായി ബന്ധമുണ്ടെന്ന് വരെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ CBI അന്വേഷണം ആവശ്യപ്പെട്ടത്. യഥാർത്ഥ കുറ്റവാളികളെ കണ്ടുപിടിക്കണം.
ഇതിനകത്തുണ്ടായിരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മറുപടി പറയണം, ദേവസ്വം ബോർഡ് അംഗങ്ങൾ മറുപടി പറയണം. കോടതി വിലക്കുണ്ടായിട്ട് പോലും ഇവിടുന്ന് സ്വർണം അടിച്ചുകൊണ്ട് പോയി. അപ്പോൾ ഈ സ്വർണം മുഴുവൻ അടിച്ചുകൊണ്ട് പോയ നടപടികൾക്കെല്ലാം നേതൃത്വം കൊടുത്തത് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റും അംഗങ്ങളുമാണ്. അവരെന്താ ചോദ്യം ചെയ്യാത്തത്? അവരെന്താ സംരക്ഷിക്കുന്നത്? അപ്പോൾ ഈ കള്ളക്കളി അവസാനിപ്പിക്കണം. ഒന്നോ രണ്ടോ ഉദ്യോഗസ്ഥന്മാരെ മാത്രം പിടിച്ചതുകൊണ്ട് കാര്യമാകുന്നില്ല. യഥാർത്ഥ പ്രതികൾ ബോർഡ് പ്രസിഡന്റുമാരും അംഗങ്ങളുമാണ്. അവരെ പറ്റിയാണ് അന്വേഷിക്കേണ്ടത്. ശബരിമല കാനനപാത നേരത്തെ തുറക്കണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി. 17 ദർശനത്തിന് ബുക്ക് ചെയ്ത ഭക്തന് 2 ദിവസം മുമ്പ് 15 തന്നെ പാത തുറന്നു നൽകാൻ കഴിയില്ല. സംരക്ഷിത വനമേഖല എന്നതും കാലാവസ്ഥ ഉൾപ്പെടെയുള്ള കാര്യങ്ങളും പരിഗണിച്ച് മാത്രമേ കാനനപാതയിലൂടെയുള്ള യാത്ര അംഗീകരിക്കാൻ കഴിയൂ. മാത്യു കുഴൽനാടനെ പോലുള്ള അഭിഭാഷകർ എല്ലാ വശങ്ങളും പഠിച്ച ശേഷമാണ് ഇത്തരം ഹർജിയുമായി വരുന്നതെന്നാണ് പ്രതീക്ഷയെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. 17-ാം തീയതി മാത്രമേ കാനനപാത തുറക്കാനാവൂ എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹൈക്കോടതി അറിയിച്ചത്. കേരള സർവകലാശാലയിലെ ജാതി അധിക്ഷേപത്തിൽ ഡീനിനെതിരെ പോലീസിൽ പരാതി. ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയനാണ് കഴക്കൂട്ടം ACPക്ക് പരാതി നൽകിയത്. നിരന്തരം വിവേചനം നേരിട്ടുവെന്നും ഗവേഷണ ബിരുദം നൽകരുതെന്ന് ആവശ്യപ്പെട്ടത് തന്റെ സമുദായത്തോടുള്ള സ്പർദ്ധ മൂലമാണെന്ന് പരാതിയിൽ പറയുന്നു. അതേസമയം അധ്യാപികയുടെ ജാതി അധിക്ഷേപം അപലപനീയമാണെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. കേരള സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥി വിപിൻ വിജയൻ ദിവസങ്ങൾക്ക് മുൻപാണ് തനിക്ക് നേരിട്ട ജാതി അധിക്ഷേപത്തെപ്പറ്റി ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പങ്കുവച്ചത്. ഇപ്പോൾ വിഷയത്തിൽ വിപിൻ വിജയൻ പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയിലുള്ള ഭാഷാ വിഭാഗം ഡീനായിട്ടുള്ള ഡോക്ടർ വിജയകുമാരിക്കെതിരെയാണ് ഇത്തരത്തിൽ പ്രസ്തുത പരാതി നൽകിയിട്ടുള്ളത്. കഴക്കൂട്ടം ACPക്കാണ് ഇപ്പോൾ നിലവിൽ വിപിൻ വിജയൻ പരാതി സമർപ്പിച്ചത്. അതായത് ഈ പരാതിയിൽ പറയുന്നത് തനിക്ക് സമാനതകളില്ലാത്ത ജാതി അധിക്ഷേപമാണ് നേടേണ്ടി വന്നത്. നിരന്തരം ഇത്തരത്തിൽ തൻ്റെ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കുകയുണ്ടായിരുന്നു. അതുപോലെ തൻ്റെ സമുദായത്തോട് സ്പർദ്ധ കാരണമാണ് ഈ അധ്യാപിക തനിക്ക് ഈ ബിരുദം തനിക്ക് ഈ PhD അനുവദിക്കരുത് എന്നുള്ള പേരിൽ കത്ത് നൽകിയത് എന്നും ഈ ആരോപണത്തിൽ ഈ പരാതിയിൽ പറയുന്നുണ്ട്. വിഷയത്തിൽ ഇപ്പോൾ മന്ത്രി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവും പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ആർ ബിന്ദു വിഷയത്തെ അപലപിച്ചുകൊണ്ടാണ് രംഗത്തെത്തിയത്. അതായത് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത കാര്യമാണ് ഉണ്ടായത്. പഠിക്കാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക് അതിനുള്ള എല്ലാ സൗകര്യവും യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. യൂണിവേഴ്സിറ്റി ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ഇവിടെ നടന്നത്. മാന്യതയും പക്വതയും അതുപോലെ തന്നെ അന്തസ്സും അധ്യാപകർ പാലിക്കണം. വിഷയത്തിൽ സർക്കാർ തലത്തിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിഷയത്തിൽ ഈ വിപിൻ വിജയൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് പൂർണ്ണ പിന്തുണയും മന്ത്രി ആർ ബിന്ദു നൽകുന്നുണ്ട്. എക്സ്പെർട്ടുകൾ പങ്കെടുക്കുന്ന വേദിയിൽ ഓപ്പൺ ഡിഫൻസിൽ പങ്കെടുത്ത് അത് വിജയകരമായി പൂർത്തീകരിച്ച ഒരു വിദ്യാർത്ഥിക്ക് ആ ഭാഷ അറിയില്ല എന്ന് ആ കുട്ടിയുടെ MPhil ഡിസർട്ടേഷൻ സാക്ഷ്യപ്പെടുത്തിയ അധ്യാപിക തന്നെ പറയുന്നത് വളരെ അപലപനീയമായ കാര്യമാണ്. അതൊക്കെ തന്നെ സർവകലാശാല മുന്നോട്ട് വയ്ക്കുന്ന നിബന്ധനകൾക്കും ചട്ടങ്ങൾക്കും ഒക്കെ വിരുദ്ധമായിട്ടുള്ള ഒരു സംഭവമായി തന്നെ കാണുകയാണ്. വിപിൻ വിജയന് സംസ്കൃതം അറിയില്ല എന്നുള്ള പേരിലാണ് ഇയാൾക്ക് PhD അനുവദിക്കരുതെന്ന് പറഞ്ഞിട്ട് VCക്ക് ഈ ഡീൻ ഡോക്ടർ വിജയകുമാരി കത്ത് നൽകിയത്. ഈ വിഷയത്തിൽ തനിക്ക് നേരിട്ട ജാതി അധിക്ഷേപത്തെപ്പറ്റി വളരെ വിശദമായിട്ടുള്ളൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ദിവസങ്ങൾക്ക് മുൻപ് വിപിൻ വിജയൻ പങ്കുവച്ചത്. താൻ പഠിച്ച ബിരുദങ്ങളെല്ലാം ഒന്നുമല്ലാതായി മാറിയ ഒരു അനുഭവമാണ് തനിക്കുണ്ടായത്. ഇത് തൻ്റെ മനസ്സിൽ മായാതെ കിടക്കുന്ന ഒരു മുറിവായി അനുഭവപ്പെട്ടുവെന്നും വിപിൻ വിജയൻ ഫേസ്ബുക്കിൽ കുറിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ വിപിൻ വിജയന് MA അതുപോലെ തന്നെ B.Ed, M.Ed, MPhil തുടങ്ങിയ ബിരുദങ്ങളെല്ലാം സംസ്കൃതത്തിൽ തന്നെ ഉള്ളതാണ്. ഈ വിപിൻ വിജയൻ്റെ സംസ്കൃതത്തിലുള്ള MPhilലുള്ള പ്രബന്ധത്തിന് അംഗീകാരം നൽകിയത് ഇതേ ഡോക്ടർ വിജയകുമാരിയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഇതേ വിജയകുമാരി തന്നെയാണ് PhDക്ക് വേണ്ടി പ്രബന്ധം സമർപ്പിച്ചപ്പോൾ എതിർപ്പുമായി രംഗത്തെത്തിയിട്ടുള്ളത്. വിഷയത്തിൽ സർവകലാശാല VCയും അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അജയ് സുധാബിജു. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ കൊച്ചി കലൂരിലെ വാടക വീട്ടിൽ മോഷണം. വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ എടുക്കാൻ മോൻസന് കോടതി അനുമതി നൽകിയിരുന്നു. ഇതനുസരിച്ച് പരോളിലുള്ള പ്രതി വീട്ടിലെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിഞ്ഞത്. തുടർന്ന് പോലീസിൽ പരാതിപ്പെടുകയായിരുന്നു. കൊച്ചിയിലെ മോൻസന്റെ വീട് നിലവിൽ ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലാണ്.
മോൻസൺ മാവുങ്കൽ താമസിച്ചിരുന്ന കലൂരിലെ വീട്ടിൽ സൂക്ഷിച്ചിരുന്ന സാധനങ്ങൾ തിരികെ എടുക്കുന്നതിനു വേണ്ടി കോടതി അനുമതി നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഒരു ദിവസത്തെ പരോള് ലഭിച്ച മോൻസൺ മാവുങ്കൽ ഈ വീട്ടിലെത്തിയപ്പോഴാണ് ഇവിടെ മോഷണം നടന്നതായി അറിഞ്ഞത്. വീടിന്റെ ഒരു സൈഡിലെ വാതിൽ പൊളിച്ചാണ് മോഷ്ടാക്കൾ അകത്തേക്ക് കടന്നത്. ഉടനെ തന്നെ സൌത്ത് പോലീസിന് വിവരം അറിയിക്കുകയും പോലീസ് ഇവിടെ എത്തി പരിശോധനയിൽ മോഷണം നടന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്തു. ഈ വീട്ടിലെ തന്നെ CCTVകളെല്ലാം തകർത്ത നിലയിലുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസ് പ്രതികൾക്കായുള്ള അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള വീട് ആണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെയാണ് ഒരു മോഷണം നടന്നിരിക്കുന്നത്. ഇതിനു മുൻപും ഇവിടെ മോഷണം നടന്നിട്ടുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുകയും ചെയ്തിരുന്നു. എന്നാലും മോൻസൺ മാവുങ്കലെ സൌത്ത് പോലീസിന് പരാതി നൽകിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പരിശോധന നടത്തുകയാണ്. 20 കോടിയുടെ വിലപിടിപ്പുള്ള വസ്തുക്കൾ നഷ്ടമായി എന്നാണ് മോൻസൺ മാവുങ്കലിന്റെ അഭിഭാഷകൻ വ്യക്തമാക്കിയത്. ഈ പുരാവസ്തുക്കൾ അദ്ദേഹത്തിന്റെ അവകാശപ്പെട്ട പുരാവസ്തുക്കൾ വിട്ടുകിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കോടതിയിൽ നിന്ന് ഉത്തരവ് പ്രകാരം വിട്ടുകിട്ടിയിട്ടുള്ളതനുസരിച്ച് നമ്മൾ ഹൈക്കോടതിയുടെ ഉത്തരവ് പ്രകാരം മോൻസൺ മാവുങ്കലിൽ നിന്ന് വന്നത് തിട്ടപ്പെടുത്താൻ വേണ്ടി വന്നതാണ്. കാര്യം അവകാശവാദങ്ങൾ ഉള്ളതുകൊണ്ടാണ് നമ്മളത് തിട്ടപ്പെടുത്തണം. എന്തൊക്കെ ഇതിനു മുമ്പ് ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിൽ ഇരിക്കുന്ന സമയത്ത് പുരാവസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിന് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ ക്രൈം നമ്പർ എത്രയാണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഹൈക്കോടതിയിൽ ചോദിച്ചപ്പോൾ ഹാജരാക്കിയിട്ടില്ല. അപ്പോൾ അതിനുശേഷം നമ്മൾ വീണ്ടും ഈ വീട്ടിൽ കയറി ഈ സാധനം എടുത്തുകൊണ്ട് പോകുന്നതിന് ഉത്തരവുള്ളത് വന്ന് അദ്ദേഹം ബോധ്യപ്പെട്ട് തിട്ടപ്പെടുത്തിയതിന് ശേഷം മാത്രമല്ല നമുക്ക് എടുക്കാൻ സാധിക്കുകയുള്ളൂ. അത് എടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് വന്നത്. ഇന്ന് വന്നപ്പോഴാണ് അറിയുന്നത് അപ്പുറത്ത് വാതിൽ പൊളിച്ച് അകത്ത് കയറിയിരിക്കുകയാണ്. ഒരാൾക്ക് കയറാൻ പറ്റത്തക്ക രീതിയിൽ അത് ആ സൈഡിലാണ്, അവിടെ കാണിച്ചു തരാം. വാതിൽ ആ സൈഡിലാണ്. രണ്ടാം തവണയാണ് മോൻസൺ മാവുങ്കലിന്റെ കലൂരിലുള്ള ഈ വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നതെന്നാണ് വ്യക്തമാകുന്നത്. എന്തുകൊണ്ടാണ് ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ ഈ വീട്ടിൽ അടച്ചിട്ടിരിക്കുന്ന വീട്ടിൽ ഇപ്പോഴും തുടരുന്നത് എന്നതിൽ വ്യക്തത കൈവന്നിട്ടില്ല. എന്തായാലും പോലീസ് ആ രീതിയിലുള്ള അന്വേഷണമൊക്കെ ഊർജിതമായിരിക്കുകയാണ്. വീട്ടുടമസ്ഥൻ ഈ വീട് തിരികെ കിട്ടണമെന്ന് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് ഈ വീട്ടുടമസ്ഥന് ഈ വീട്ടിൽ പ്രവേശിക്കാനുള്ള അനുമതിയൊക്കെ കോടതി അന്ന് നൽകുകയും ചെയ്തിരുന്നു. എന്തായാലും ഇനി ആരാണ് ഈ വീട്ടിൽ ഇത്രയും വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിച്ചത് എന്നാണ് പോലീസ് കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത്. കെ ജയകുമാർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായേക്കും. CPM-ൽ ധാരണ ആയി എന്നാണ് സൂചന. വിവരങ്ങളുമായി VV അരുൺ ചേരുന്നു. അരുൺ, അന്തിമ ധാരണയിലേക്ക് എത്തിയോ? ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ തീരുമാനിക്കാനെന്ന് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി യോഗം ചേർന്നിരുന്നു. പക്ഷേ അതിൽ അന്തിമ തീരുമാനമുണ്ടായിരുന്നില്ല. അത് കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദേശത്താണ്. അദ്ദേഹത്തിന്റെ കൂടി അനുമതിയോടുകൂടി പ്രഖ്യാപിക്കാനാണ് CPM-ന്റെ തീരുമാനം. കെ ജയകുമാർ മുൻ IAS ഉദ്യോഗസ്ഥൻ, സംസ്ഥാന ചീഫ് സെക്രട്ടറി, ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്നു. അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് കൊണ്ടുവരാനാണ് CPM ഇപ്പോൾ ആലോചിക്കുന്നത്. ജയകുമാറുമായി CPM നേതൃത്വം സംസാരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടുകൂടി പ്രഖ്യാപനത്തിനാണ് ആലോചിക്കുന്നതാണ് മനസ്സിലാകുന്നത്. മറ്റു പല പേരുകൾ CPM പല ഘട്ടങ്ങളിലായി ആലോചിച്ചിരുന്നു. NSS-ഉമായുള്ള അടുത്ത ബന്ധം കാരണം NSS-ന്റെ വൈസ് പ്രസിഡന്റ് M. സംഗീത് കുമാറിനെ ആദ്യം പരിഗണിച്ചു. അദ്ദേഹം അതിന് സമ്മതം മൂടിയില്ല. പിന്നീട് A. സമ്പത്ത്, മുൻ MP, ആറ്റിങ്ങൽ MP A. സമ്പത്ത്, ഹരിപ്പാട് മുൻ MLA TK ദേവകുമാർ തുടങ്ങിയ പേരുകളും CPM പരിഗണിച്ചിരുന്നു. കെ ജയകുമാറിനെ ഒരു പൊതുസമ്മതൻ എന്ന നിലയിൽ കൂടിയാണ്, രാഷ്ട്രീയത്തിനപ്പുറമുള്ള വിശ്വാസ്യതയുള്ള ഒരാൾ എന്ന നിലയിൽ കൂടിയാണ് കെ ജയകുമാറിനെ പരിഗണിക്കുന്നത്. ശബരിമലയെ ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും, ശബരിമല മാസ്റ്റർ പ്ലാൻ അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് വലിയ അവഗാഹമുള്ളയാളാണ് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ആയിരുന്ന കെ ജയകുമാർ. അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാനുള്ള സാധ്യതകളാണ് ഇപ്പോൾ CPM ആലോചിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടന്നിരുന്നു. മുഖ്യമന്ത്രി വിദേശമാകും പ്രഖ്യാപനം. 13-നുള്ളിൽ പുതിയ പ്രസിഡന്റ് തീരുമാനിച്ച് പുതിയ ഭരണസമിതി ചുമതല ഏറ്റെടുക്കണം. അതുകൊണ്ട് തന്നെ അധികം വൈകാതെ തീരുമാനമുണ്ടാകും. ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഇത്തരത്തിലൊരു അന്തിമ തീരുമാനമുണ്ടാകും. കെ ജയകുമാറിന്റെ പേര് തന്നെയാണ് ഇപ്പോൾ CPM പരിഗണിക്കുന്നതാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വിശ്വസനീയമായ വിവരം. ഈ കെ ജയകുമാറിലേക്ക് ധാരണയിലേക്ക് എത്തുകയാണെങ്കിൽ അത് പ്രത്യേകം ഈ വിവാദ സാഹചര്യത്തിൽ അത് കൂടുതൽ മുഖമിനുക്കൽ അല്ലെങ്കിൽ തൽക്കാലത്തേക്കെങ്കിലും വിവാദങ്ങളുടെ ഒരു ക്ലീൻ ഇമേജ് സൃഷ്ടിക്കുക എന്നുള്ള ആലോചനയിൽ നിന്നാണോ കെ ജയകുമാറിലേക്ക് എത്തുന്നത് CPM? തീർച്ചയായും മികച്ച ട്രാക്ക് റെക്കോർഡുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. മാത്രമല്ല ഇടതുമുന്നണിക്കും വലതുമുന്നണിക്കും ഒരുപോലെ പ്രിയപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. രണ്ട് സർക്കാരുകളുടെ കാലത്തും അദ്ദേഹം രണ്ട് സർക്കാരുകൾക്കും അഭിമതനായ ഉദ്യോഗസ്ഥൻ തന്നെയായിരുന്നു. അദ്ദേഹത്തെ ഇതിൽ കൊണ്ടുവരുന്നതോടുകൂടി ഒരു രാഷ്ട്രീയ നിയമനമെന്ന ഒരു ആരോപണത്തിൽ നിന്ന് മറികടക്കാമെന്നും CPM വിചാരിക്കുന്നു. IAS ഉദ്യോഗസ്ഥനെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തെ കൊണ്ടുവരണമെന്ന് വെള്ളാപ്പള്ളി നടേശനും നേരത്തെ ആവശ്യപ്പെട്ടിരുന്നു. ഒരുപക്ഷെ അത്തരം കാര്യങ്ങൾ കൂടി CPM പരിഗണിച്ചേക്കാം. ഒരു IAS ഉദ്യോഗസ്ഥനെ സർവീസുള്ള ഉദ്യോഗസ്ഥന് പകരം ശബരിമലയുമായി വലിയ അടുത്ത ബന്ധമുള്ള അല്ലെങ്കിൽ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ കൃത്യമായ അറിവുള്ള ഒരാൾ, അതിനപ്പുറത്തേക്ക് ഒരു നല്ല പ്രതിച്ഛായയുള്ള ഒരാളെ കൊണ്ടുവരുന്നതിനെ പറ്റിയുള്ള ആലോചനകൾക്കിടയിലാണ്
കെ ജയകുമാറിന്റെ സാധ്യതകൾ CPM പരിഗണിക്കുന്നത്. സംസ്ഥാന സെക്രട്ടറിയുമായി അതിന്റെ ധാരണയായിട്ടുണ്ട്. പക്ഷേ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിച്ച ശേഷം മാത്രമേ അന്തിമ തീരുമാനമുണ്ടാകൂ. മുഖ്യമന്ത്രിയാകും ജയകുമാറിന്റെ സമ്മതം വാങ്ങാനുള്ള മറ്റു നീക്കങ്ങളിലേക്കൊക്കെ കടക്കും. ഇപ്പോൾ IMGയുടെ ഡയറക്ടർ കൂടിയാണ് കെ ജയകുമാർ. സർക്കാരിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പദവി അദ്ദേഹം വഹിക്കുന്നുമുണ്ട്. ഏതായാലും അദ്ദേഹത്തെ തന്നെ കൊണ്ടുവരാനുള്ള ശ്രമമാണ് CPM നടത്തുന്നത്. ഇത് ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. അത്തരം സാധ്യതകൾ പല പേരുകൾ പരിഗണിച്ച് ഒടുവിൽ ഇത്തരത്തിലൊരു പൊതുസമ്മതൻ എന്ന ഒരു പ്രതിച്ഛായുള്ള ആളെ കൊണ്ടുവരാൻ ദേവസ്വം ബോർഡിൽ രാഷ്ട്രീയ നിയമനമല്ല. ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത്തരത്തിലൊരു ക്ലീൻ ഇമേജുള്ള ആളെ പ്രസന്റായി കൊണ്ടുവന്നാൽ അത് ഗുണം ചെയ്യുമെന്ന ഒരു ഒരു പ്രതീക്ഷയാണ് CPM-നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അത്തരം ചർച്ചകൾ CPM-ൽ സജീവമായി നടക്കുന്നത്. അധികം വൈകാതെ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് മനസ്സിലാക്കേണ്ടതാണെങ്കിലും കെ ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റാക്കാനുള്ള ഒരു നീക്കം അവിടെ നടക്കുന്നു. അതിൽ അന്തിമ ധാരണയിലേക്ക് എത്തണമെങ്കിൽ മുഖ്യമന്ത്രിയുമായിട്ടുള്ളൊരു ചർച്ച കൂടി അവിടെ നടത്തേണ്ടതുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അരുൺ, മുഖ്യമന്ത്രി ഇതിൽ ഒരു തീരുമാനം അറിയിച്ചാൽ ഇന്ന് തന്നെ ഒരു പ്രഖ്യാപനത്തിനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഈ പാർട്ടിയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുകളെ സ്വാഭാവികമായും ഇതുമായി ഇത്തരം പൊസിഷനിലേക്ക് കൊണ്ടുവരാറുണ്ട്. പക്ഷേ അത്തരമൊരു പരിഗണന ഇത്തവണ വേണ്ട എന്ന് വെക്കുക തന്നെയാണോ? തീർച്ചയായിട്ടും CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ, അടുത്ത കാലങ്ങളിലൊക്കെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് വന്നത്. അത് അനന്തഗോപനാണെങ്കിലും അതുപോലെ തന്നെ പത്മകുമാർ ആണെങ്കിലും ഒക്കെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളായിരുന്നു. കോൺഗ്രസിൽ നിന്ന് CPM-ലേക്ക് എത്തിയ PS പ്രശാന്ത് ആണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പ്രശാന്തിന്റെ കാലാവധി നീട്ടി നൽകാൻ ഒരു ഘട്ടത്തിൽ CPM ആലോചിച്ചിരുന്നതാണ്. പക്ഷേ ശബരിമല വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ അത് വേണ്ടെന്ന് വെക്കുകയായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ പല കോണുകളിൽ നിന്ന് ആവശ്യം, രാഷ്ട്രീയ നേതാവല്ലാതെ ഭക്തൻ കൂടിയായ, അതും ഒരു പൊതുസ്വീകാര്യ ഉദ്യോഗസ്ഥനെയൊക്കെ കൊണ്ടുവരുന്ന സാധ്യതകളും ആവശ്യങ്ങളും ഉയർന്നു വന്നത്. ആ സാഹചര്യത്തിലാണ് ഈ പല പേരുകളിലേക്ക് പരിഗണിക്കുകയും ഒടുവിൽ കെ ജയകുമാറിന്റെ പേരിലേക്ക് CPM ഇപ്പോൾ ആലോചന എത്തി നിൽക്കുകയും ചെയ്യുന്നത്. സംസ്ഥാന സെക്രട്ടറിയുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ നടന്നിരുന്നു. പക്ഷെ ഒരു അന്തിമ തീരുമാനമായിട്ടില്ല. ജയകുമാറിന്റെ സമ്മതം CPM നേതാക്കൾ തേടിയിട്ടുണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. അദ്ദേഹം പൂർണ്ണമായും ഇത് സമ്മതിച്ചു എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മുഖ്യമന്ത്രി കൂടി എത്തിയ ശേഷം അദ്ദേഹത്തോട് സംസാരിക്കും. അതിനുശേഷമാകും ഒരുപക്ഷെ അന്തിമ തീരുമാനത്തിലേക്ക് പോവുക. ഏതായാലും ജയകുമാറിനെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരുന്ന സാധ്യതകൾ തന്നെയാണ് CPM പരിശോധിക്കുന്നത്. അത് ഇപ്പോഴത്തെ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ഗുണകരമായ നീക്കമായി മാറുമെന്ന് CPM കരുതുകയും ചെയ്യുന്നുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കമാണ് CPM അവിടെ നടത്തുന്നത്. എന്താണെങ്കിലും പല മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കെ ജയകുമാറിനെ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് ഇപ്പോൾ CPM നടത്തുന്നത്. എന്താണെങ്കിലും IAS ഉദ്യോഗസ്ഥൻ, മുൻ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി, ഒപ്പം സാഹിത്യകാരൻ, പല മേഖലകളിലായി വ്യക്തിമുദ്ര പതിപ്പിച്ച അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് അവിടെ ഒരു ക്ലീൻ ഇമേജ്, അത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. പ്രത്യേകിച്ചും വലിയ വിവാദത്തിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ ജയകുമാറിനെ പോലൊരാളുടെ നിയമനം അത് വലിയ തോതിൽ സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട് പൊതുജനങ്ങൾക്കിടയിലെങ്കിലും അത് തന്നെ CPM മുൻകൂട്ടി കാണുകയും ചെയ്യുന്നു. എന്താണെങ്കിലും വി അരുൺ സൂചിപ്പിച്ചതുപോലെ അതിലൊരു അന്തിമ പ്രഖ്യാപനം ഇന്നുണ്ടാകും എന്നാണ് കരുതേണ്ടത്. CPM-ന്റെ ആലോചനകൾ അത്തരത്തിൽ പോകുന്നു. കെ ജയകുമാറിന്റെ നിയമനത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്ന് കരുതാം. ജയകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ന്യൂസ് 18 തിരുവനന്തപുരം ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. CPM-ൽ ധാരണയായി എന്നുള്ളതാണ് സൂചന. മുഖ്യമന്ത്രിയുമായി മാത്രം സംസാരിക്കേണ്ടതുണ്ട്. അദ്ദേഹം അതിൽ ഒരു സമ്മതം മൂളുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അരുൺ, ഈ ജയകുമാർ അതിനൊരു സമ്മതം മൂളാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം ഇതിൽ തൽപരനായിരിക്കുമെന്നാണോ പ്രതീക്ഷ പാർട്ടിക്ക്? അത്തരം പ്രാഥമിക ചർച്ച ജയകുമാറുമായി CPM നേതൃത്വം നടത്തിയിട്ടുണ്ട്. അദ്ദേഹം പൂർണ്ണമായും ഇതിൽ നോ പറഞ്ഞിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുള്ള ഒരു ചർച്ചകൾ കൂടി നടക്കേണ്ടതുണ്ട്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം വന്നാൽ ഒരുപക്ഷെ ജയകുമാർ അതിൽ വഴങ്ങാൻ തന്നെയാണ് സാധ്യത എന്നാണ് CPM നേതാക്കളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത്. മുഖ്യമന്ത്രി എത്തിയ ശേഷം അതൊരു അന്തിമ തീരുമാനമുണ്ടാകും. പല പേരുകൾ CPM പരിഗണിച്ചിരുന്നു. CPIയുടെ പ്രതിനിധി നോമിനി നായർ സമുദായാംഗമായ വിളപ്പിൽ രാധാകൃഷ്ണനാണ്. അദ്ദേഹം CPI ജില്ലാ കൗൺസിൽ അംഗമാണ്. അതുകൊണ്ട് ഈഴവ സമുദായത്തിലെ ഒരു ആളെ നേതാവിനെ കൊണ്ടുവരാനാണ് CPM ഈ ഘട്ടത്തിലൊക്കെ ആലോചിച്ചിരുന്നത്. പക്ഷേ അതും കൃത്യമായ ആളെ കണ്ടെത്താൻ CPM-ന് കഴിഞ്ഞില്ല. A സമ്പത്ത് ഉൾപ്പെടെയുള്ള പേരുകൾ പരിഗണന വന്നെങ്കിൽ പോലും, TK ദേവകുമാറിനെ പോലുള്ള പേരുകൾ പരിഗണന വന്നെങ്കിൽ പോലും അതൊന്നും ഒരു അന്തിമ ധാരണയിലേക്ക് നീങ്ങിയില്ല. അങ്ങനെയാണ് ജയകുമാർ എന്നൊരു പൊതുസമ്മതൻ എന്നൊരാളിലേക്ക് CPM-ന്റെ ആലോചനകൾ, ചർച്ചകൾ പോയത്. ജയകുമാറിനെ കൊണ്ടുവരാനുള്ള ആലോചനയാണ് ഇപ്പോൾ ശക്തമായി തന്നെ CPM-ലുള്ളത്. ഒരുപക്ഷെ അങ്ങനെ തന്നെ അത് സംഭവിക്കാനും സാധ്യതയുണ്ട്. ഏതായാലും ഇന്നോ നാളെയോ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഉണ്ടായിരിക്കും. ആരായാലും പ്രഖ്യാപനം ഉണ്ടായിരിക്കും. ഇന്ന്
സംസ്ഥാന സെക്രട്ടറി ചേരുമ്പോൾ തീരുമാനം ഉണ്ടാകുമെന്നാണ് നേരത്തെ ദേവസ്വം മന്ത്രി അടക്കമുള്ളവർ പറഞ്ഞത്. പക്ഷേ ഒരു സമവായത്തിലെത്താൻ കഴിയാത്തതുകൊണ്ടാണോ അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കൂടി അനുമതി കാത്തിരിക്കുകയാണോ എന്ന കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. അതിന് മുഖ്യമന്ത്രി വിദേശത്ത് നിന്ന് ഉടൻ തിരിച്ചെത്തും. അതിനുശേഷം അന്തിമ തീരുമാനമുണ്ടാകും. റൈറ്റ്. വി വിനോദ് കൂടെ ചേരുന്നുണ്ട്. സമയം വിനോദ്, ഇത്തരമൊരു നീക്കം CPM നടത്തുമ്പോൾ എങ്ങനെ കാണണം, പ്രത്യേകിച്ചും വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ? എൽദോ, ഒരു സംശുദ്ധമായ വ്യക്തിത്വമുള്ള ആൾ ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്ത് വരിക എന്നത് സർക്കാരിനെ സംബന്ധിച്ചിപ്പോൾ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം അപ്രതീക്ഷിതമായി ഇരുട്ടടി പോലെയാണ് ഈ സ്വർണ്ണക്കള്ള വിവാദം സർക്കാർ നേരിടേണ്ടി വന്നത്. ദേവസ്വം ബോർഡിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് വലിയ തോതിൽ നേരത്തെ ഉണ്ടായിരുന്ന സ്ത്രീ പ്രവേശവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിവാദങ്ങളെ മറികടക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇങ്ങനെ ഈ സ്വർണ്ണക്കൊള്ള വിവാദം വരുന്നതും സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പോലും ഈ വിഷയം പോകുന്നതും പ്രതിരോധിക്കാൻ വല്ലാതെ പാടുപെടുന്ന നിലയിലേക്ക് സർക്കാർ എത്തിച്ചേരുകയും ചെയ്തു. ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നു, 4 പേരെ അറസ്റ്റ് ചെയ്യുന്ന നിലയിലേക്ക് പോകുന്നു. ഒപ്പം തന്നെ ഉന്നതരായ പലരും ഇനിയും ഈ കേസിൽ കുടുങ്ങുമെന്ന സാഹചര്യം. ഒരുപക്ഷെ PS പ്രശാന്തിന് ഒരു ടൈം കൂടി നൽകുമെന്ന സൂചന ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നും MV ഗോവിന്ദൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം നല്ലതായിരുന്നു, പക്ഷേ കാലാവധി പൂർത്തിയാകുന്നതുകൊണ്ട് ദേവസ്വം ബോർഡ് തലപ്പത്തേക്ക് പുതിയ ഭരണസമിതിയെ കൊണ്ടുവരുന്നുവെന്നാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. അവിടെയാണ് K ജയകുമാറിൻ്റെ പേര് വളരെ പ്രസക്തമാകുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അവിടെ ഒരു വലിയ പ്രധാനപ്പെട്ടൊരു സെഷൻ നടത്തിയത് തന്നെ K ജയകുമാറായിരുന്നു. അദ്ദേഹം ശബരിമലയുടെ മുൻ സ്പെഷ്യൽ കമ്മീഷണറും ഹൈക്കോടതി നിയോഗിച്ച ഉന്നതാധികാര സമിതി ചെയർമാനും ആയും ഒക്കെ തന്നെ പ്രവർത്തിച്ച് ശബരിമലയുമായി അത്ര കണ്ട് പരിചയമുള്ള അല്ലെങ്കിൽ ശബരിമലയോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആളാണ് അദ്ദേഹം. മുൻ ചീഫ് സെക്രട്ടറിയാണ്. ഈ നേരത്തെ പങ്കെടുപ്പിച്ച പരിപാടിയിൽ, അതായത് ആഗോള സംഗമവുമായി ബന്ധപ്പെട്ട് പല IAS ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ സർക്കാർ വിളിച്ചിരുന്നെങ്കിലും, മുൻ ഉദ്യോഗസ്ഥരെയൊക്കെ വിളിച്ചിരുന്നെങ്കിലും അവരെല്ലാം തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അവിടേക്കാണ് ജയകുമാർ എത്തുകയും ഈ മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ടുള്ള സെഷനിൽ വിശദമായി തന്നെ ശബരിമലയുടെ വികസനം എങ്ങനെ വേണമെന്ന കാര്യം അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തത്. കാരണം ദീർഘകാലം ശബരിമലയുമായി ചേർന്ന് പ്രവർത്തിച്ച പരിചയം അദ്ദേഹത്തിനുണ്ട്. കോടതി തന്നെ നിയോഗിച്ച സമിതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ്. അങ്ങനെ ഒരു വ്യക്തിത്വം സ്വാഭാവികമായും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നാൽ സർക്കാരിനെ സംബന്ധിച്ചും അത് ഇപ്പോഴുള്ള ഒരു പ്രതിച്ഛായ മാറ്റത്തിന് ഉതകുന്ന കാര്യമായി മാറുമെൽദോ. വിനോദ്, അതാണ് ഈ ഒരു പൊളിറ്റിക്കൽ തീരുമാനമാണത്, അല്ലെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കെ സർക്കാരിനെ വലിയ തോതിൽ പ്രതിരോധത്തിലാക്കിയ ഈ സ്വർണ്ണക്കൊള്ള കേസ് അത് അനുദിനം കോടതിയിൽ നിന്ന് വലിയ തിരിച്ചടി നേരിടുന്നു. മാത്രമല്ല വലിയ തോതിൽ നടന്നത് വൻ കൊള്ളയാണെന്നുള്ള വിവരങ്ങൾ ഓരോ ദിനവും പുറത്തു വരുന്നു. ആ ഒരു സാഹചര്യത്തിൽ സർക്കാരിന് നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തേ മതിയാകൂ. ഒരുപക്ഷെ PS പ്രശാന്തിന് നേരത്തെ നീട്ടി നൽകും കാലാവധി എന്നുള്ള അനുമാനമൊക്കെയായിരുന്നു. പക്ഷേ അങ്ങനെയല്ല. ഇദ്ദേഹത്തെ പോലെ, ജയകുമാറിനെ പോലെ ഒരു വളരെ ക്ലീൻ ഇമേജുള്ള ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്ലാൻഡ് ആയിട്ടുള്ള, വളരെ ചർച്ച ചെയ്തെടുത്ത ഒരു തീരുമാനമായി തന്നെ കണക്കാക്കണം. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രീയ തീരുമാനമായി ഇത്തരത്തിലൊരു നിയമനം വരുമ്പോൾ K ജയകുമാറിനെ പോലുള്ളവർ അതിനെങ്ങനെ സ്വീകരിക്കുമെന്നുള്ളതാണ്. തീർച്ചയായും സർക്കാരുമായി സഹകരിച്ച് തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നത്. ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മുൻ ഉദ്യോഗസ്ഥരായ പലരും വിട്ടുനിന്നപ്പോൾ ജയകുമാർ അതിൽ പങ്കെടുത്തു എന്ന് മാത്രമല്ല, അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷൻ നമുക്കറിയാം, ശബരിമല മാസ്റ്റർ പ്ലാനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ചർച്ചകൾ എത്രയോ നാളുകളായി നടക്കുന്ന ചർച്ചകളാണ്. പക്ഷേ കൃത്യമായ ഒരു ലക്ഷ്യത്തോടു കൂടി അല്ലെങ്കിൽ അതിന് അനുസരിച്ചുള്ളൊരു കാഴ്ചപ്പാടോടുകൂടി ആ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നതിന് ഒരു പരിധിവരെ കുറേ കാര്യങ്ങളൊക്കെ ശബരിമലയിൽ നടപ്പായി. അവിടെയാണ് നമ്മൾ ഈ ഉന്നതാധികാര സമിതിയിൽ ഉണ്ടായിരുന്ന കാര്യം പ്രത്യേകമായി ചൂണ്ടിക്കാട്ടുന്നത്. ആ സമിതിയുടെ ചെയർമാനായിരുന്നു അദ്ദേഹം. അങ്ങനെ ഹൈക്കോടതി തന്നെ ഏൽപ്പിച്ച ഒരു ഉത്തരവാദിത്തം നിറവേറ്റിയ ആളാണ്. സ്പെഷ്യൽ കമ്മീഷണറായിരുന്നു ശബരിമലയിൽ. അങ്ങനെ ശബരിമലയുമായി നീണ്ടകാലത്തെ ബന്ധമുള്ള, അവിടുത്തെ കാര്യങ്ങൾ വള്ളിപുള്ളി അറിയാവുന്ന ഒരു വ്യക്തിയാണ് ജയകുമാർ. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും ക്ലീൻ ഇമേജ് നമ്മളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് നല്ല ഒന്നാന്തരം ബ്യൂറോക്രാറ്റ് അല്ലെങ്കിൽ അങ്ങനെ ഒരു ഉദ്യോഗ തലത്തിൽ IAS ഉദ്യോഗസ്ഥനായി അദ്ദേഹം നല്ല നിലയിൽ പ്രവർത്തിക്കുന്നു. അദ്ദേഹത്തിന് സാഹിത്യരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അതോടൊപ്പം തന്നെ അദ്ദേഹം പ്രായോഗികമതി എന്ന നിലയിൽ
കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. ഒരു വിശ്വാസി, ഏറ്റവും അങ്ങേയറ്റത്തെ ഒരു കടുത്ത ഈശ്വരവിശ്വാസി എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ഒരു വ്യക്തി. ആ നിലയ്ക്കൊക്കെ നോക്കുമ്പോൾ സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പേരായി കെ ജയകുമാറിൻ്റെ പേര് മാറുന്നുണ്ട്. അവിടെയാണ് ഇതിൽ ഒരു അന്തിമമായ തീരുമാനം വരേണ്ടത്. നമ്മൾ മനസ്സിലാക്കുന്നത് വി അരുൺ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ CPM-ൽ ഇത് സംബന്ധിച്ച ധാരണയായിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ സമ്മതം, അത് ഒരുപക്ഷെ അങ്ങനെ ധാരണയായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമ്മതം ഇതിനകം തന്നെ തേടിയിട്ടുണ്ടാകണം. എ സമ്പത്തിൻ്റെയും ദേവകുമാറിൻ്റെയും ഒക്കെ പേരുകൾ പറഞ്ഞു കേട്ടെങ്കിലും ഇന്ന് അല്പസമയം മുൻപ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ MV ഗോവിന്ദൻ പറഞ്ഞത് മാധ്യമങ്ങളിൽ പറഞ്ഞു കേട്ട പേരുകളായിരിക്കില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നത് എന്ന കാര്യമാണ്. മാത്രമല്ല അദ്ദേഹം പറയുന്നത് പ്രശാന്തിൻ്റെ പ്രവർത്തനം നല്ല നിലയിലായിരുന്നു. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ വിവാദങ്ങൾ ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ PS പ്രശാന്ത് ഒരു ടേം കൂടി ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം കഴിഞ്ഞ ഈ മണ്ഡലകാലം മകരവിളക്ക് സീസണൊക്കെ വളരെ നല്ല നിലയിലാണ് കൈകാര്യം ചെയ്തത്. അതിനു മുൻപ് പലതരത്തിലുള്ള വിവാദങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഒരു തരത്തിലുള്ള വിവാദങ്ങൾക്കും ഇട നൽകാതെ അവിടുത്തെ കാര്യങ്ങൾ പൂർത്തിയാക്കുന്നതിന് പ്രശാന്തിന് കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു തവണ കൂടി പ്രശാന്തിന് അവസരം ലഭിക്കുമെന്ന പ്രതീതി ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ സർക്കാരിനെ തന്നെ വെട്ടിലാക്കിക്കൊണ്ട് ഈ സ്വർണ്ണക്കടത്ത് വിവാദം വരുന്നത്, സ്വർണ്ണക്കൊള്ള വിവാദം വരുന്നത്. മാത്രമല്ല പ്രശാന്തിൻ്റെ കാലത്തും ഇങ്ങനെ അവിടെ നിന്ന് വസ്തുക്കൾ കൊണ്ടുപോകുന്നതിന് സാഹചര്യമൊരുക്കി മഹസറുമായി ബന്ധപ്പെട്ട പരിശോധന നടത്തിയപ്പോൾ പ്രശാന്തിൻ്റെ ഇടപെടൽ പോലും സംശയിക്കുന്ന തരത്തിലുള്ള ചില കാര്യങ്ങൾ ഉയർന്നു വന്നു. അവിടെയാണ് ഇപ്പോൾ പ്രശാന്തിനെ മാറ്റിക്കൊണ്ട് പുതിയ പ്രസിഡന്റിനെ കൊണ്ടുവരാനുള്ള സർക്കാരിൻ്റെ തീരുമാനം. എൽദോ. ശരി വിനോദ്, ഞാൻ വി അരുണിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അരുൺ, എന്താണെങ്കിലും ഈ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചൊരു ധാരണയിലേക്ക് എപ്പോഴെത്തുമെന്ന് കരുതാം? ഇനി CPM പക്ഷേ ഇത് ഒരു തീരുമാനമായി പ്രഖ്യാപിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുക ഇതൊരു മാതൃകയാണ് എന്നുള്ളതായിരിക്കാം. സംശുദ്ധ വ്യക്തിത്വമായിട്ടുള്ള ശ്രീ ജയകുമാറിനെ പോലുള്ള ഒരാളെ ദേവസ്വം ബോർഡ് അധ്യക്ഷ സ്ഥാനത്തേക്ക്, അതായത് എത്ര വിവാദങ്ങൾ നേരിട്ടാലും അതിനെ ഇതുപോലെ വളരെ ക്ലീനായി കൈകാര്യം ചെയ്യുമെന്നുള്ള ഒരു പ്രതിച്ഛായ സൃഷ്ടിക്കുക എന്നുള്ളത് ഈ ആലോചനയൊക്കെ തന്നെ ആയിരിക്കില്ലേ പ്രധാനമായും ഇത്തരം ഒരു തീരുമാനത്തിലേക്ക്? അതിനു മുമ്പ് CM-ഉമായിട്ടുള്ള ഒരു സംസാരം ഇന്ന് തന്നെ ഉണ്ടാകുമോ? അധികം വൈകാതെ തീരുമാനമുണ്ടാകും. കാരണം 14-ാം തീയതിക്ക് മുമ്പ് പുതിയ ഭരണസമിതി ചുമതല ഏൽക്കേണ്ടതുണ്ട്. നേരത്തെ PS പ്രശാന്തിന്റെ കമ്മിറ്റിക്ക് ബോർഡിനെ കാലാവധി നീട്ടി നൽകാനാണ് CPM ആലോചിച്ചത്. പക്ഷേ അത് വേണ്ടാതെ പിന്നീട് തീരുമാനിക്കുകയായിരുന്നു. ഇപ്പോൾ ജയകുമാറിന്റെ പേരിലേക്ക് പോകാൻ കാരണവും എന്റെ ചോദിച്ചതുപോലെ വിനോദ് റിപ്പോർട്ട് ചെയ്ത പോലെ ഒരു ക്ലീൻ ഇമേജ് തന്നെയാണ്, ഒരു നല്ല പ്രതിച്ഛായ തന്നെയാണ്. മാത്രമല്ല ശബരിമലയുടെ എല്ലാ കാര്യങ്ങളും, പാസ്റ്റർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അറിയാവുന്ന, അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിട്ടുള്ള ഉദ്യോഗസ്ഥൻ കൂടിയാണ് കെ ജയകുമാർ. അദ്ദേഹം ദേവസ്വം ബോർഡിലുള്ള പ്രധാനപ്പെട്ട ചുമതലകളിൽ ഉദ്യോഗസ്ഥനായിരിക്കുമ്പോൾ പ്രവർത്തിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു പേര് വരുമ്പോൾ അധികം എതിർപ്പ് ഒരുപക്ഷെ പ്രതിപക്ഷം പോലും ഉണ്ടാകില്ല എന്ന് CPM കരുതുന്നു. നേരത്തെ ഒരു ഓർഡിനൻസ് കൊണ്ടുവരാനുള്ള നീക്കം CPM നടത്തുമ്പോൾ അത് ഓർഡിനൻസ് അംഗീകരിക്കാതെ, ഓർഡിനൻസ് വന്നാൽ അംഗീകരിക്കരുത് ആവശ്യവുമായി BJP അടക്കം ഗവർണറെ സമീപിച്ചിരുന്നു. പക്ഷേ ജയകുമാറിനെ പോലെ പേരാകുമ്പോൾ അത്തരമൊരു പരസ്യ എതിർപ്പിനുള്ള സാധ്യതകളും അടയും. അതെല്ലാം പരിഗണിച്ച് തന്നെയാണ് ഈ സർക്കാർ വലിയ പ്രതിസന്ധിയിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട്, ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് സർക്കാരും CPM ഒക്കെ വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോകുന്ന ഘട്ടമാണ്. ശബരിമല തീർത്ഥാടനം ആരംഭിക്കാനിരിക്കുന്നു, ദിവസങ്ങൾക്കുള്ളിൽ ആരംഭിക്കാനിരിക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഇനിയും അത് പ്രസിഡന്റ് ഇല്ലാതെ പോകാൻ കഴിയില്ല. അല്ലെങ്കിലും 14-ാം തീയതിക്ക് മുമ്പ് പുതിയ ഭരണസമിതി ചുമതലയേൽക്കണം. ആ സാഹചര്യത്തിൽ ഈ ജയകുമാർ എന്ന പേരിലേക്ക് വന്നാൽ അത് കാര്യമായ തർക്കങ്ങളോ കാര്യമായ എതിർപ്പുകളോ ഉണ്ടാകാതെ തൽക്കാലത്തേക്കെങ്കിലും സർക്കാരിനെ പിടിച്ചു നിർത്താൻ കഴിയുന്ന, മുഖം രക്ഷിക്കാൻ കഴിയുന്ന ഒരു തീരുമാനമായി ഇത് മാറുമെന്ന് തന്നെയാണ് CPM-ന്റെ പ്രതീക്ഷ. അതുകൊണ്ടാണ് അത്തരം പേരുകൾ CPM ഇപ്പോൾ പരിഗണിക്കുകയും ആലോചിക്കുകയും ചെയ്യുന്നത്. ജയകുമാറിന്റെ സമ്മതം വളരെ പ്രധാനപ്പെട്ടതാണ്. അതിനൊപ്പം തന്നെ മുഖ്യമന്ത്രി സ്വാഭാവികമായി കെ ജയകുമാറിന്റെ പേരെ എതിർക്കാനിടയില്ല. പക്ഷേ മുഖ്യമന്ത്രിയുടെ കൂടി അനുമതിയോടുകൂടി തീരുമാനിക്കാൻ പാർട്ടി സെക്രട്ടറി ചുമതലപ്പെടുത്തുകയായിരുന്നു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം. പൂർണ്ണമായും ഈ പേരിലാണ് ചർച്ച നിന്നെങ്കിൽ പോലും അത് അന്തിമ തീരുമാനമാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രിയുടെ ഒരു കൺസെന്റ് കൂടി വേണം. ഇതായിരുന്നു സെക്രട്ടറിയിൽ ഉയർന്ന അഭിപ്രായം. മറ്റു പേരുകളെല്ലാം ഈ ഘട്ടത്തിൽ CPM മാറ്റിവെക്കുകയാണെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിശ്വസനീയമായ വിവരം. റൈറ്റ് വിനോദ്, ഈ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തീരുമാനത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു ചുവടുവയ്പ്പാണ്. ഈ വളരെ അദ്ദേഹത്തിൻ്റെ അയ്യപ്പ ഭക്തിയും ഈശ്വരവിശ്വാസമൊക്കെ വലിയ തോതിൽ ചർച്ചയായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല നേരത്തെ ശബരിമലയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പ്രവർത്തിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യം കൂടി പരിഗണിച്ചുള്ള ഈ നീക്കം
ഇനി ഇതിൽ അദ്ദേഹം എടുക്കുന്ന ഒരു സ്റ്റാൻഡ് നിർണായകമല്ലേ? കാരണം ഒരു പ്രാഥമിക ചർച്ച നടക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ശരി തന്നെ, CPM അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും. പക്ഷേ അതിനുമപ്പുറത്തേക്ക് ഇപ്പോൾ ദേവസ്വം ബോർഡ് നേരിടുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധി ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു കളങ്കമുണ്ടല്ലോ. ആ കളങ്കം ബാധിച്ചിരിക്കുന്ന സമയത്ത് അതിൻ്റെ തലപ്പത്തേക്ക് എത്തുക എന്ന് പറയുന്നത് അതൊരു ഈസി ടാസ്ക് അല്ല, അത് അത്ര എളുപ്പമല്ല. ആ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ഒരു ആലോചന വേണ്ടി വരില്ലേ ആ ദൗത്യം ഏറ്റെടുക്കണമെങ്കിൽ? തീർച്ചയായും എൽദോ പറഞ്ഞത് തന്നെയാണ് എൻ്റെ കൃത്യമായ പോയിന്റ്. ഇതിൽ അദ്ദേഹം രണ്ടാമതൊന്ന് ആലോചിക്കേണ്ടി വരുന്നത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഇത്രയും കേസും കാര്യങ്ങളും അറസ്റ്റുകളും ഒക്കെ നടക്കുന്നു. ഇനി കൂടുതൽ ഉന്നതരിലേക്ക് ഈ അന്വേഷണം പോകുമെന്ന സാഹചര്യം, അവിടെയാണ് അദ്ദേഹം ഇത് ഏറ്റെടുക്കുമോ എന്ന ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നത്. ഇപ്പോഴുള്ള അറസ്റ്റുകളിൽ ഈ നടപടി ഒതുങ്ങില്ല. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ SIT ആണ് ഇത് അന്വേഷിക്കുന്നത്. ഒരുപക്ഷെ കൂടുതൽ വലിയ ഏജൻസികൾ, കേന്ദ്ര ഏജൻസികളുടെയൊക്കെ ഇടപെടൽ വന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ കേസിൻ്റെ തന്നെ ഡയമെൻഷൻ മറ്റൊരു തരത്തിലേക്കൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ അന്വേഷണം ഹൈക്കോടതി നിരീക്ഷണത്തിലാണ്. ഈ ഏജൻസിക്കും അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യം വെച്ച് പ്രവർത്തിക്കാൻ കഴിയില്ല. എങ്കിൽ തന്നെയും ഇത്രയും കലുഷമായ ഒരു സാഹചര്യത്തിൽ അവിടെ അന്തരീക്ഷം ആകെ പ്രശ്നമായിരിക്കുമ്പോൾ ശബരിമലയുടെ തലപ്പത്തേക്ക് വരിക, ദേവസ്വം ബോർഡിനെ നയിക്കുക എന്നത് എളുപ്പമുള്ള കാര്യമല്ല. പക്ഷേ ജയകുമാറിനെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അദ്ദേഹം ക്ലീൻ ഇമേജുള്ള വ്യക്തിയാണ്. ആ ഒരു വ്യക്തിത്വം സൂക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ശബരിമലയുമായുള്ള അടുത്ത ബന്ധം, ദീർഘനാൾ ശബരിമലയുമായി ചേർന്ന് പ്രവർത്തിച്ച ചരിത്രമുണ്ട്. അവിടെ സ്പെഷ്യൽ കമ്മീഷണറായി പ്രവർത്തിക്കുന്നു. അദ്ദേഹം ഉന്നതാധികാര സമിതിയുടെ ചെയർമാനായി എത്തുന്നു. അവിടെ തന്നെ അദ്ദേഹത്തെ അങ്ങനെ നിയമിക്കുന്നത് ഹൈക്കോടതിയാണ്. ആ നിലയിൽ അദ്ദേഹം അവിടെ കാര്യമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നു. ശബരിമല മാസ്റ്റർ പ്ലാൻ എന്ന ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതി, അതിൻ്റെ പല ഘട്ടങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അത് പൂർണ്ണതോതിൽ എത്തുക എന്നുള്ളതുണ്ട്. അതിനെക്കുറിച്ചുള്ള വിശാലമായ കാഴ്ചപ്പാട്, തെളിഞ്ഞ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയാണ്. അങ്ങനെയൊക്കെ പരിശോധിക്കുമ്പോൾ ഏറ്റവും യോഗ്യനായ ഒരു വ്യക്തി തന്നെയാണ് ജയകുമാർ. ഇപ്പോൾ CPM-നെ സംബന്ധിച്ചും സർക്കാരിനെ സംബന്ധിച്ചും ദേവസ്വം ബോർഡിനെ സംബന്ധിച്ചും അങ്ങനെ ഒരു വ്യക്തി അതിൻ്റെ മുകളിൽ വരിക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിന് സംശുദ്ധി വേണം. ആ അന്വേഷണത്തിന് ആവശ്യമായ സഹകരണം ബോർഡിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകണം. അതിനൊക്കെ അപ്പുറത്ത് അവിടെ വരുന്ന ഭക്തർ ഈ സീസൺ അത് വളരെ ഭംഗിയായി നടക്കണം. ഇപ്പോഴുള്ള വിവാദങ്ങൾ ബാധിക്കാതെ ഈ ശബരിമല സീസൺ മുന്നോട്ട് പോവുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയുള്ള കാര്യമാണ്. കാരണം തിരഞ്ഞെടുപ്പ് വർഷമാണ്. ഈ ശബരിമല സീസൺ എന്ന് പറയുമ്പോൾ നാട്ടിൽ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ കാഹളം നമുക്കായിക്കഴിഞ്ഞു. അങ്ങനെ തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അപ്പോഴാണ് ശബരിമല ഇങ്ങനെ വീണ്ടും കത്തുന്നത്. അത് കഴിഞ്ഞ് അസംബ്ലി തിരഞ്ഞെടുപ്പിലേക്ക് പോകുന്നു. അവിടെയാണ് ജയകുമാറിൻ്റെ പ്രസക്തി സർക്കാർ തിരിച്ചറിയുന്നത്. അതാണ്. എന്താണെങ്കിലും സർക്കാർ വളരെ കൃത്യമായി അതിലൊരു പ്ലാൻ പദ്ധതിയിടുന്നു. പ്രത്യേകിച്ചും ഈ വിവാദ സാഹചര്യത്തിൽ അതിന് ഒരു ക്ലീൻ ഇമേജ് നൽകുക എന്നുള്ള ലക്ഷ്യം അതിന് പിന്നിലുണ്ട്. ജയകുമാറിലേക്ക് തീരുമാനമെത്തുമോ എന്ന് നമുക്ക് കാത്തിരിക്കാം. എന്നാണെങ്കിലും ഉടൻ തന്നെ ആ ധാരണയിലേക്ക് എത്തുമെന്നാണ് കരുതേണ്ടത് എന്നാണ് പ്രതീക്ഷിക്കുന്നത്. VV അരുണും VV വിനോദുമാണ് ചേർന്നത്.